ദൈവമേ, സ്വന്തം തൊപ്പി മണത്ത് ബോധം പോയാ. തുടങ്ങി. അതെ, ബാങ്കുകാര് ജപ്തി ചെയ്യാനായിട്ട് പോലീസുകാരായി നിന്റെ ഏട്ടന്റെ ഫാക്ടറിയിലേക്ക് പോയിട്ടുണ്ട്. അവരെ കാണുമ്പോ നിന്റെ ഏട്ടന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോ വാക്കേറ്റവും പിന്നെ കയ്യേറ്റവും ഒടുവിൽ കൊലക്കുറ്റത്തിന് നിന്റെ ഏട്ടൻ അകത്താവും ചെയ്യും. കുറച്ചു മുമ്പ് ഏട്ടൻ വിളിച്ചപ്പോ പൂര ഫിറ്റായിരുന്നു. ഈ അവസ്ഥയിൽ അവരവിടെ എങ്ങനെ എത്തിയ എന്താ ചെയ്യാ? ഗോപിയാശാനെ, നാടകം അരമണിക്കൂർ കഴിഞ്ഞിട്ട് തുടങ്ങിയാൽ മതി കേട്ടോ. ഞാൻ വണ്ടി ഒന്ന് പുറത്തേക്ക് എടുക്കാം. നീ വരുന്നുണ്ടോ? നീ എന്തേലും ആവശ്യം പറഞ്ഞു വാട്ടാ. തൊഴിലാളികളുടെ ജോലി നീരാക്കി ഫാക്ടറി ഉടമ കോടികൾ ലാഭം കൊയ്യുമ്പോൾ പാവം തൊഴിലാളി ശമ്പളവും ബോണസും ആവശ്യപ്പെടുന്നത് തെറ്റാണോ? തൊഴിലാളി ഐക്യം സിന്ദാബാദ്. കൊണ്ടുപോയി ഒട്ടിക്ക് റിക്കവറി നോട്ടീസ് തടയാൻ ആര് വരുന്നു ഞാൻ കണ്ടേ. I am വിശ്വംഭരൻ, സോണൽ മാനേജർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മലബാർ. ഞാൻ ബാബുരാജ്, അമ്പലക്കര ബാബു എന്നും പറയും. മിസ്റ്റർ ബാബുരാജ്, നിങ്ങൾ ബാങ്കിൽ നിന്ന് എടുത്ത തുക ഇതുവരെ തിരിച്ചടച്ചിട്ടില്ല. ഞങ്ങൾക്ക് നിയമ നടപടികൾ എടുത്തേ പറ്റൂ. സഹകരിക്കണം. തിരിച്ചെന്നോടും സഹകരിച്ചാൽ നിങ്ങൾക്ക് നല്ല. മിസ്റ്റർ ബാബുരാജ്, എന്താ ഇത്? ഇയാള് കേട്ടോ അവന്മാര് പറയണത് കോടികൾ ഉണ്ടാക്കണ മുതലാളി ഞാനെന്ന്. എന്നിട്ട് ഈ മുതലാളി എന്താ ലോൺ തിരിച്ചടയ്ക്കാന്ന് ഈ തെണ്ടികൾ അന്വേഷിക്കട്ടോ? ബാങ്കിനെ ഒന്നും അറിയേണ്ട കാര്യമില്ല. അറിയണം. ഈ കമ്പനിയിൽ ഉൽപ്പാദിപ്പിച്ച ആദ്യത്തെ പ്രൊഡക്റ്റുകളായി ഈ ലോറിയിൽ ഓടിയിരിക്കുന്നത്. കഴിഞ്ഞ 10-12 മാസങ്ങളായിട്ട് ഇതിന്ന് ഒറ്റ ലോഡ് പോലും പുറത്തേക്ക് ഇറക്കാൻ ഈ തെണ്ടികൾ സമ്മതിക്കില്ല. ഇതൊക്കെ സമയാസമയം മാർക്കറ്റിൽ എത്തിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ നോട്ടീസുമായിട്ട് ഇവിടെ വരേണ്ട കാര്യമില്ലായിരുന്നു. അതെങ്ങനെ? കമ്പനി പൂട്ടിക്കാൻ ഇവനെ പോലുള്ള പീറ രാഷ്ട്രീയ തൊഴിലാളികളുടെ കൂടെ, ബാങ്ക് ജപ്തിയാവുന്ന അവരുടെ കൂടെ ഒരുത്തനത് നന്നായി കാണാൻ താല്പര്യമില്ലല്ലോ. ബാബുരാജിന് പറയാൻ പല ന്യായങ്ങളും കാണും. പക്ഷെ ബാങ്കിന് കിട്ടേണ്ട പണം കിട്ടിയേ പറ്റൂ. ഓ, ബാങ്ക് ഒരു കാര്യം ചെയ്യും. ആ കിടക്കുന്ന ലോറികൾ മുഴുവൻ ലോഡ് അടക്കം പുഴുകിത്തിന് പോരെങ്കിൽ ടച്ചിങ്സിനകത്ത് കുറച്ച് മെഷീൻസ് ഉണ്ട്. ഞങ്ങൾ ജപ്തി ചെയ്യാൻ പോകുന്നതേ തുരുമ്പിടിച്ചു പോകുന്ന സാധനങ്ങളല്ല, കൊലാട്രൽ സെക്യൂരിറ്റി ചെയ്ത വസ്തുവകകളാ. എന്റെ കുടുംബം കൊളന്നോട്ട് വന്നിട്ട് തലവെട്ടി ഞാൻ ബാങ്കിന് മുമ്പിൽ വെക്കും. സാറിനോട് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞ തല ഇന്ത്യ കൂടെ കഷ്ടി തലയാ. വെള്ളിയടിച്ചല്ലോ ചളായ. ഇയാൾ അറസ്റ്റ് ചെയ്യണം സാർ. കടം മേടിച്ച കാശ് തിരിച്ചു കൊടുക്കാതെ ഗുണ്ടായുസം കാണിച്ച തെറ്റിന്. കടം മേടിച്ചതിന്റെ അമ്മായിമ്മയുടെ വീട്ടിൽ നിന്നല്ലോ, ബാങ്കിൽ നിന്നല്ലേ. ഇയാൾ മൂക്കറ്റ കുടിച്ചിട്ടുണ്ട് സാർ. ഉണ്ടോ? ഞാൻ കുടിച്ചിട്ടുണ്ട്, മൂക്കറ്റം കുടിച്ചിട്ടുണ്ട്. സർക്കാർ ഇവിടെ ബാർ ലൈസൻസ് കൊടുക്കുന്നതോ ബിവറേജ് കൊടുക്കുന്നതോ അതിന്റെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ കുമ്പിട്ട് തൊഴാനല്ല, കുടിക്കാനാ. കുടിയുടെ കാര്യമൊക്കെ നമുക്ക് സർക്കാരുമായി ചർച്ച ചെയ്ത് പരിഹരിക്കാം. മിസ്റ്റർ ബാബുരാജ്, നിങ്ങൾ ചെന്ന് ഉടനെ ജീപ്പ് കയറാൻ. അയാളെ പറഞ്ഞു വിടരുത്. ഇയാളുണ്ടല്ലോ. എന്ത് നിയമത്തിന് നേരെ കൈ ചൂണ്ടി നിന്ന് സംസാരിക്കുന്നോ? എക്സ്ക്യൂസ് മീ, എന്താ പേര്? വിശ്വംഭരൻ. മിസ്റ്റർ വിശ്വംഭരൻ, പ്ലീസ് കം 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 കം. സി, ഒരു ഭാഗത്ത് പൂട്ടിക്കിടക്കുന്ന ഫാക്ടറി, മറുഭാഗത്ത് സമരം, പിറകെ ജപ്തി. ആർക്കായാലും വട്ടുപിടിക്കും. തൽക്കാലം നിങ്ങൾ തിരിച്ചു പോവുക. അയാളെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഒരു സാവകാശം കൊടുത്താൽ മതിന്നേ. അല്ല സാറേ, താങ്ക് യു. ഞാൻ എന്താ പറഞ്ഞു വരുന്നത് വെച്ചാല്, മനുഷ്യനെ നമുക്ക് ഭ്രാന്തനാക്കാം, പക്ഷെ ഒരു ഭ്രാന്തനെ പിന്നെ ഭ്രാന്തനാക്കാൻ പറ്റുമോ? നിങ്ങളൊക്കെ എന്തിനാ അയാളെ കണ്ട് ഇത്ര റെസ്പെക്ട് ചെയ്തത്? അത് പിന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുമ്പോ അത് IPS കാരൻ അനുസരിക്കാതിരിക്കാൻ പറ്റൂ? അവൻ പോലീസ് ഒന്നുമല്ല, പിന്നെ ആ അമ്പലക്കര ബാബുവിന്റെ അനിയനാ അശോക ചക്രവർത്തി, നാടക നടൻ. കൊള്ളാം, അവൻ നല്ല നടൻ തന്നെ. പക്ഷേ അവന്റെ നടനം ആരുടെ മുന്നിലായിരുന്നു എന്ന് അവൻ അറിഞ്ഞില്ല. പുതിയ ബെൻസ് സർവീസിന് കൊടുത്തയക്കണം. എന്റെ മുറിയിലെ AC-ക്ക് എന്തോ ട്രബിൾ, മാറ്റി പുതിയത് വെക്കണം. നന്നാക്കിയാ പോലെ. കേട് വന്നത് നന്നാക്കി ഉപയോഗിക്കുന്ന ശീലം എനിക്കില്ല. വേണ്ട. ഇന്ദു എവിടെ? വിവാഹബന്ധം വേർപെടുത്തിയതിനു ശേഷം ഞാൻ എന്റെ എക്സ്പാരിയെ കുറിച്ചൊന്നും തിരക്കാറില്ല. തിരക്കിയേ പറ്റൂ. തന്നെ ഭരിക്കാനും നിയന്ത്രിക്കാനുമുള്ള അധികാരം അവൾക്കുണ്ട്. ഇവിടെ സ്ത്രീകൾക്കാണ് മുൻഗണന. ഇന്ദു, ഞാൻ ഇവിടെ ഉണ്ട് മാഡം. മമ്മി എവിടെ? ഞാൻ മമ്മി മാഡത്തെ സ്റ്റീം ബാത്ത് ചെയ്തോണ്ടിരിക്കുക. ഓക്കേ മമ്മി, ഐ എം ഗോയിങ്. ബൈ ബൈ. മോളെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാം മോളെ. സമയത്ത് ഭക്ഷണം തയ്യാറാക്കി ഡൈനിങ് ടേബിളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഒരു സെർവന്റിന്റെ ഡ്യൂട്ടി. അത് കഴിക്കണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഭവാനി, ഇനി ഇത് ആവർത്തിക്കരുത്.
ഓ, ആ അങ്ങളുടെ മോളായിരുന്ന സ്വപ്നത്തിലല്ലേ? ഇങ്ങനൊരു സ്വപ്നജീവി. ഈ കുട്ടി ഇപ്പൊ വലുതായി കാണൂ. ഏയ്, ഇങ്ങനെ തന്നെ ഇരിപ്പുണ്ടായിരിക്കും. പൊടി, എന്റെ മനസ്സിൽ അവൾ ഇപ്പോഴും ഇത്രേ ഉള്ളൂ. എന്താ ഉദ്ദേശം? ലവ്? ബാല്യകാല സഖിയല്ലേ, ഒന്ന് കാണാനൊരു മോഹം. എന്താടോ ഇത്ര ആഘോഷം അവർക്ക്? ആ ചീഫ് മെക്കാനിക് രാമകൃഷ്ണന്റെ കേസിന്റെ വിധി അയാൾക്ക് അനുകൂലമായിട്ട് പ്രഖ്യാപിച്ചു. ഡ്രൈവർ വണ്ടി എടുക്കും. ഗുഡ് മോർണിംഗ് മാഡം. രാമകൃഷ്ണന്റെ കേസിന്റെ വിധി എന്തുകൊണ്ട് എന്നെ ഇൻഫോം ചെയ്തില്ല? സോറി മാഡം. വക്കീൽ എവിടെ? അപ്പീലിന് വേണ്ടി കേസ് പഠിച്ചോണ്ടിരിക്കുക. ആരും ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് പറഞ്ഞു. മിസ്റ്റർ പണിക്കർ, Under the circumstances, I humbly pray for your justice, your honor. എന്റെ പ്രതിയെ തൂക്കിക്കൊല്ലരുത്, പ്ലീസ്. സോറി മാഡം, ഞാൻ കോടതിയിലാണെന്ന് തെറ്റിദ്ധരിച്ചു. ഇഡിയറ്റ്. താങ്ക് യു. മാഡം, ഉറക്കം കൊണ്ട് പണി പോയാ? മാഡം, രാമകൃഷ്ണന്റെ കേസ് നമ്മൾ എന്തുകൊണ്ട് തോറ്റു? ആ എതിർകക്ഷിയുടെ വക്കീലിന്റെ തലയിൽ ഇത്രയും വലിയ ബുദ്ധിയുണ്ട് ഞാൻ കരുതിയില്ല. ഇല്ലെങ്കിൽ ഞാൻ നമ്മളെ കേസ് വേറെ വല്ല നല്ല വക്കീലിനെ വെച്ച് വാദിക്കില്ലേ? പണിക്കരേക്കാൾ ബുദ്ധിമാനായ മറ്റൊരു വക്കീലോ? ഫൈനൽ ആർഗ്യുമെന്റിന് താൻ എവിടെയായിരുന്നു? അതൊന്ന് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ പുതിയ പടത്തിന് റിലീസായിരുന്നേ. ഫസ്റ്റ് ഷോ ഞാൻ കണ്ട്. ഞാനാ ഇപ്പൊ ഓൾ കേരള ഫാൻസ് അസോസിയേഷന്റെ പുതിയ പ്രസിഡന്റ്. യു ആർ ഡിസ്മിസ്ഡ്. എടീ, ഒരു പാമ്പിനെയാണ് നീ നോവിച്ചത്. അതും വെറും പാമ്പല്ല, മൂർഖൻ. അതും വെറും മൂർഖനല്ല, കരിമൂർഖൻ. നിന്റെ ആങ്ങളക്ക് എന്ത് പറ്റി? നിങ്ങൾക്ക് എന്ത് പറ്റി മനുഷ്യ? എടീ, എന്റെ ഈ വലത്തേക്കറിനെ താഞ്ഞടിച്ച ആ മൂദേവിയുടെ കരങ്ങൾ കൊണ്ട് എന്റെ ഈ വലത്തേക്കാണ് ഞാൻ പിടിപ്പിക്കും. പീഡിപ്പിക്കണം. എന്നെ പുറത്താക്കിയതിന്റെ കൊടുനഷ്ടം അവൾ അറിയണം. അറിയിക്കണം. എങ്കിൽ നിങ്ങൾ ഒരാണാണെന്ന് ഞാൻ പറയും. ഇല്ലെങ്കിൽ നീ പറയില്ലേ? ഇത്രയും നാളും കൂടെ കിടന്നിട്ട് നിനക്ക് വിശ്വാസമില്ലേ ഞാൻ ഒരാണാണെന്ന്? അതല്ല മനുഷ്യ, പിന്നെ വാശി എനിക്കുണ്ടെന്ന് പറയായിരുന്നു. നിങ്ങൾക്ക് അവളെ ഒന്ന് തിരിച്ചടിക്കാമായിരുന്നില്ലേ? എടീ, അവർക്ക് എന്നെ അടിക്കാം, പക്ഷെ ഞാൻ തിരിച്ചടിച്ചാൽ കേസ് വേറെയാണ്. കേട്ടിട്ടില്ലേ? പീഡനം. ഏട്ടാ, ആ രാജമല്ലികയ്ക്ക് അവരെക്കാൾ അഹങ്കാരിയായ ഒരു മകളില്ലേ? ഒരു ഭൂലോക രംഭ. പിന്നെ ഈ ഭൂലോകം തന്നെ അവളുടെ കൈവെള്ളയിലാണെന്ന് അവളുടെ വിചാരം. അവളാണ് എന്റെ ടാർഗറ്റ്. നീയാണടി എന്റെ യഥാർത്ഥ പെങ്ങൾ. രാജമല്ലികയുടെ മകൾ രാജലക്ഷ്മി സമ്പത്ത് കുമിഞ്ഞുകൂടി തലയ്ക്ക് മത്തുപിടിച്ച് പുരുഷവർഗത്തെ കാൽച്ചുവട്ടിലിട്ട് മെതിക്കുന്ന രാജമല്ലികയുടെ പട്ടി ചവിട്ടി താഴ്ത്താനുള്ള ഒരു തുറുപ്പ് ചീട്ട് രാജലക്ഷ്മി. ഓ, എന്റെ തലയിൽ കുശാഗ്ര ബുദ്ധി തെളിയുന്നടി. ആ ഭൂലോകരംഭയുടെ ജീവിതത്തിലേക്ക് ഒരു പരമചെറ്റ കടന്നു വന്നാൽ വണ്ടർഫുൾ ഐഡിയ. താങ്ക് യു. നീ കണ്ടോ പണിക്കരുടെ പ്രതികാരം? അതിനു പറ്റിയ ഒരു പരമചെറ്റയെ എനിക്ക് ഉടനെ കണ്ടുപിടിക്കണം. ചക്രവർത്തി, അങ്കിൾ എന്താ ഇവിടെ? നീ എന്താ ഇവിടെ? ഒന്ന് റെസ്റ്റ് എടുക്കാൻ വന്നതാ. നിന്റെ അച്ഛൻ നിന്നെ കാണാതെ ടെൻഷൻ അടിച്ചിരിക്കുക. ഒടുവിൽ നിന്റെ സിസ്റ്റർ പറഞ്ഞാണ് നീ ഈ സിറ്റിയിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. ഫോൺ ഓഫ് ചെയ്ത് വെച്ച് നീ ഇവിടെ എന്തെടുക്ക? സത്യം പറ. അവനവന്റെ ബാല്യകാല സഖിനെ കാണാമെന്നാണ്. ബാല്യകാല സഖിയോ? അത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി പുസ്തകം ഉണ്ടല്ലോ, അത് അവിടെയാണെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക്. അപ്പഴാ ഇവൻ പറഞ്ഞേ ഇവിടെ ഏതൊരു ബുക്ക് സ്റ്റോളിൽ കിട്ടുന്നത്. ഏത് ബുക്ക് സ്റ്റോളാടാ? സാറിന്റെ ബുക്ക് സ്റ്റാളില്. സാറിന്റെ മോളാണല്ലോ അവന്റെ ബാല്യകാല സഖി. അയ്യോ, നാണം വന്നപ്പോ സാറ്റ് കളിക്കണ്ട. സാറ്റേ, ഇത് സാറ് കണ്ടടാ. നിന്നിപ്പില്ലാണ്ടായെങ്കിൽ നീ എന്താ മുഖം പൊത്തിയത്? മോനെ, സാർ ചോദിച്ചു ഉത്തരം കൊടുക്ക്. എനിക്ക് നാണാവുക. നീ എന്തിനാ എന്റെ മോളെ കാണാൻ വന്നത്? ഞാൻ പറയില്ല. ഞാൻ പറയാം. സാറിന്റെ മോളെ ഇവന് ഒടുക്കത്തെ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു പെണ്ണിനെ കണ്ട് തീരുമാനിച്ചാൽ മതിയെന്ന്. പെണ്ണ് സാറിനെ പോലെ ഇരിക്കുകയാണെങ്കിൽ റിട്ടേൺ ടിക്കറ്റ് എടുത്ത് പോയല്ലോ. എനിക്ക് എന്താണ് ഒരു കുഴപ്പം? നിന്നെ പോലെ കരിങ്കുറങ്ങേണ്ട മോന്നയല്ല എനിക്ക്. സാറ് നമ്മൾ പരസ്പരം പൊഴുത്തിയിട്ട് ഒരു കാര്യമില്ല. ചുമ്മാ അരിടാ. അങ്ങളെ ഇവൻ എന്തെങ്കിലും വിവരമില്ലാണ്ട് പറഞ്ഞു എന്ന് വെച്ചിട്ട് അങ്ങളത് കാര്യമായിട്ട് എടുക്കൊന്നും വേണ്ട. ആത്മാർത്ഥ സുഹൃത്തിന്റെ മോണായതുകൊണ്ട് ഒരു അല്പം സ്വാതന്ത്ര്യം ഞാൻ തന്നു. ബട്ട് ഡോണ്ട് മിസ്യൂസ് ഇറ്റ്. പക്ഷെ എന്റെ മോൾ സുന്ദരി അല്ലാണ്ട് മാത്രം പറയരുത്. ഏത് കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ്, അതുകൊണ്ട് കണ്ടിട്ട് പറയാം. കാണിച്ചു തരാടാ, ഞാൻ നിനക്ക് കാണിച്ചു തരാടാ. യൂട്യൂബിൽ വന്ന് പറഞ്ഞു. എന്താ
ഒരു ദുർബല നിമിഷത്തിൽ മോളെ എനിക്ക് പരിചയപ്പെടേണ്ടി വന്നു അല്ലടാ. ആണോ? ഹായ് ഫ്രണ്ട്സ്. ചക്രവർത്തി വക്കീലെ, നമുക്ക് വളരെ വളരെ ഉപകാരപ്പെട്ട ഒരു രഹസ്യം ഞാൻ പരസ്യമായിട്ട് അറിഞ്ഞു. രാജാസ് ഗ്രൂപ്പിന്റെ ഫാക്ടറിയിൽ ഒരു ഒഴിവുണ്ട്. ഞായറാഴ്ചയാണ് ആ ഒഴിവ്. ചുമ്മാരി, എന്തൊഴിവ്? ഈ മറ്റേ ഈ ലീഗലിയ ചുണ്ടലിയ നച്ചലിയ എന്താ പറയുന്ന ഒരു അഡ്വൈസറി എന്നൊക്കെ പറയുന്നത്. ലീഗൽ അതെ തന്നെ. ഞാൻ ഈ ലണ്ടനിൽ പഠിച്ചതുകൊണ്ട് ഇമാതിരി കച്ചട ഇംഗ്ലീഷൊന്നും എനിക്ക് വഴങ്ങില്ല. താൻ അവിടെ കയറി പറ്റണം, എന്നിട്ട് വേണം എനിക്ക് അവിടെ ഒന്ന് വിരകാൻ. ഞാൻ കയറി പറ്റിയ സാറെങ്ങനെ വിരകും? എടാ, നീ ആ രാജമല്ലികയുടെ മുന്നിൽ എന്നെ കുറിച്ച് എപ്പോഴും എപ്പോഴും പുകഴ്ത്തി പറയണം. വലിയ കോടീശ്വരനാണെന്ന് പറയണം. എനിക്ക് വേണ്ടി നീ കല്യാണം ആലോചിക്കണം. നിന്റെ സ്വാധീനം ഉപയോഗിച്ച് അവരുടെ മകളെ എനിക്ക് കെട്ടിച്ച് തരിയിക്കണം. എന്നിട്ട് ഒരു രാജകുമാരനായി ഞാൻ വാഴുന്നത് നിനക്ക് കാണാം. ആരായി പുതിയ അവതാരം? അച്ഛനാ? എനിക്ക് തോന്നി രണ്ടുപേർക്കും ഒരേ ഛായ. അവനെ എന്റെ കല്യാണം കഴിഞ്ഞാൽ നിനക്കൊരു പ്രൊമോഷൻ ഞാൻ തരുന്നുണ്ട്. കല്യാണത്തിന് മുമ്പ് ജയിലിലേക്ക് പ്രൊമോഷൻ കിട്ടാതെ നോക്കിയാ മതി. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും. ഐ മീൻ ലോക പരാജയം. എനിവേ, ഞാൻ പോകുന്നു. ബൈ ബൈ. അയ്യോ, വഴി മാറി. ആരാണ് അയാൾ? ഒരു ഫ്രോഡാ. നീ എന്തിനാ ഇവനൊക്കെ ഇപ്പോ? സോറി, വന്ന വഴി മറന്നുപോയി. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. അവൻ അങ്കിളുടെ മോളെ ലക്ഷ്യം വെച്ച് വന്നവനാ. അവന്റെ പിന്നിൽ ഒരു ശത്രു ഒളിഞ്ഞിരിപ്പുണ്ട്. അത് കണ്ടെത്തും വരെ അവനെ ഒരു ബലിയാടാക്കി നമുക്ക് കൊണ്ടു നടക്കാം. എന്തായാലും അവൻ പറഞ്ഞ ഒരു കാര്യം കൊള്ളാം. നീ ആ കമ്പനിയിൽ കയറി കൂടണം. എന്റെ ഭാര്യയുമായിട്ട് അടുക്കണം. അവളുടെയൊക്കെ വളർത്തു ദോഷം കൊണ്ടാ എന്റെ മോളും ഒരു അഹങ്കാരിയായി മാറിയത്. അവളെ നല്ലൊരു കുട്ടിയായി നീ മാറ്റിയെടുക്കണം. എനിക്ക് എന്റെ മോളെ തിരിച്ചു കിട്ടണം. ഞാൻ പോവാം ഇന്റർവ്യൂവിന്. ഇടോ, വണ്ടി എടുത്ത് മാറ്റണോ? അയ്യോ, ഞാൻ എടുത്ത പൊങ്ങില്ല. ഇടോ, മാടമാണ് അകത്തിരിക്കുന്നത്. ഏത് കുഴിമാടം? മാറിക്കടോ. ഗുഡ് മോർണിംഗ് മിൻമിൻ കുട്ടി. എന്താ ഇത്? മാഡത്തിന് അത്യാവശ്യമായിട്ട് ഓഫീസിൽ എത്തണ്ട. താനല്ലേ പറഞ്ഞ മാഡത്തിന് ക്ഷമയില്ലെന്ന്? ഒന്ന് മാഡത്തിനെ വിളിക്കും. വിളിക്കടോ. മാഡം വണ്ടിന്ന് ഇറങ്ങില്ലേ? വേണ്ട, ഞാൻ ഇറങ്ങാം. മാഡം മാഡം തനിക്ക് എന്താണോ ഇവിടെ കാര്യം? വണ്ടി എടുത്ത് മാറ്റടോ. മാഡം പറഞ്ഞ വണ്ടി എടുത്ത് മാറ്റാം. You shut up. തലയിരിക്കുമ്പോ വാലാടണ്ട. വാല. മാഡം റിലാക്സ്. എനിക്കൊരു കാര്യം പറയാം. എനിക്കിപ്പോ സമയമില്ല. അയ്യോ, എനിക്കിപ്പോഴേ സമയമുള്ളൂ. കേശു, പോലീസിനെ വിളിക്കേ. ഇപ്പൊ വിളിക്കാം. നമ്പർ വേണോ? നമ്പർ എനിക്കറിയാം. പോടാടുന്നു. മാഡം, പോലീസ് ട്രാഫിക് ഒക്കെ മാറ്റി ഇവിടെ വന്ന് വണ്ടി മാറ്റുമ്പോഴേക്ക് 3 മണിക്കൂർ കഴിയും. മാഡം, എനിക്കൊരു 5 മിനിറ്റ് മതി. എങ്കി പറ, എന്താ കാര്യം? അയ്യോ, ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല. നമുക്ക് വീട്ടിൽ പോയി പറയാം. സാധ്യമല്ല. എന്റെ ഓരോ മിനിറ്റിന്റെ വില തനിക്കറിയോ? അയ്യോ, എന്നിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് സംസാരിച്ചത്. മകളെ ആഹാ, നാടകത്തിന് കൊട്ടാരൻ സെറ്റിട്ട പോലെയുണ്ട്. എന്താ തനിക്ക് പറയാനുള്ളത്? ഹൈ, വീട്ടിൽ കയറുമെന്ന് അതിഥിയോടൊന്ന് ഇരിക്കാൻ പറഞ്ഞൂടെ? നിങ്ങൾ കാര്യം പറയണം. ഞാൻ ഇരുന്നോണ്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ മാഡം ഇങ്ങനെ നിന്നോണ്ട് കേൾക്കുന്നത് ശരിയല്ല. അപ്പൊ ഞാനിവിടെ നിൽക്കാം. കാര്യം പറ. പക്ഷെ എനിക്ക് ഇരുന്നാലേ കാര്യം പറയാൻ പറ്റൂ. ദാ, മിനിറ്റുകൾക്ക് ഒരുപാട് വിലയുള്ള ആളല്ലേ, ഒന്ന് ഇരിക്കാൻ പറയുന്നേ. Can I? ഈ ഇരിപ്പൊരു സുഖം. ഇപ്പൊ ഓക്കെ. പറ, എന്താ മാറ്റർ? ഞാൻ ആദ്യമായിട്ടല്ലേ ഇവിടെ വരുന്നത്. ഒരു ചായ പറയൂ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഇനി പറയടോ, പറയാൻ. ചൂടാവല്ലേ, ആ ചായ ഒന്നും ഇങ്ങോട്ട് വന്നോട്ടെ. പറയാനുള്ള ഒരു ഉന്മേഷം കിട്ടും. ഹായ് ഗ്രാൻഡ്മാ, സോ സ്വീറ്റ്. ഈ മാഡം ചൂടാവുമ്പോ മുഖമൊക്കെ ചോന്നു കൊടുത്തുള്ള സൗന്ദര്യം മുഴുവൻ കളയും. ബട്ട് ഗ്രാൻഡ്മാ ഈസ് ഗ്രാൻഡ്. ദേഷ്യം വരുമ്പോ മുഖമൊക്കെ ചോന്നു കൊടുത്ത് തക്കാളിപ്പഴം പോലെ. എന്താ ഭംഗി! ഈശ്വര, ഒഴിഞ്ഞിടണം കണ്ണ് കിട്ടാതെ. ആ, ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടുള്ളൂ, സൂപ്പർമാൻ. പാന്റ് ഇട്ട് അതിന്റെ മേളിൽ ജെട്ടിയിട്ട്. ഇതെന്താ സൂപ്പർ ഗേളാ? ഓ, അവനും ഇണങ്ങിയ വേഷം പോരെ. കണ്ണാടി ഒന്നും നോക്കാറില്ലേ? അയ്യോ സോറി, പരിചയക്കാരെ കണ്ടു കഴിഞ്ഞപ്പോ ഒന്ന് സംസാരിച്ചങ്ങട് കുറച്ചു നേരം.
ആർഭാട വേഷങ്ങൾക്കിടയിൽ ഒരു മലയാള തനിമ. എന്താ അമ്മയുടെ പേര്? ഭവാനി. ഭവാനി അമ്മ. നല്ല പേര്. താൻ ചായ കുടിച്ചിട്ട് കാര്യം പറ. ചായക്ക് നല്ല ചൂട്, ഒന്ന് ആറിക്കോട്ടെ. കാര്യം പറയുന്നോ ഇല്ലയോ? ഊവ്. നല്ല ചായ. ആരതുണ്ടാക്കിയത്? ഞാന്. ആണോ? ഇങ്ങനെ എന്നും ഉണ്ടാക്കോ? ഭവാനി അകത്ത് പോ. അയ്യോ മാഡം പോവല്ലേ. മാഡത്തിന്റെ ലൈഫിന്റെ കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇതെന്റെ ചായയാണ്, ഗ്രാൻഡ് എടുത്ത് കുടിക്കല്ലേ കേട്ടോ. ആഹാ. ഹേയ് മാഡം ഇരിക്കേ, എനിക്ക് ഇരുന്നാലേ പറയാൻ പറ്റൂ. പറ, എന്താ എന്റെ ലൈഫിനെ ബാധിക്കുന്ന കാര്യം? ഒന്നുമില്ല മാഡം. ഈ ക്ഷമ എന്ന വാക്ക് മലയാളം നിഘണ്ടുവിൽ കേട്ടിട്ടുണ്ടോ? ഇല്ലേ? ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ അതിന് പേഷ്യൻസ് എന്ന് പറയും. അതില്ലെങ്കിൽ ഇതുപോലെ പേഷ്യൻ്റ് ആവും, മെന്റൽ പേഷ്യൻ്റ് ആവും. അതുകൊണ്ട് എന്തിനും ഏതിനും ഒരല്പം ക്ഷമ. മാഡത്തിന് അത് സാധിക്കും. അതൊന്ന് പറയാനും പരീക്ഷിക്കാനുമാ ഞാൻ വന്നത്. എന്നാ പിന്നെ ഞാനങ്ങട് ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ബലം ചെയ്യും. മല്ലികേ, മല്ലികേ, ഇങ്ങോട്ട് വന്നേ. അയാള് വന്നിട്ടുണ്ട്. ആര്? ആ ബാലസുബ്രഹ്മണ്യം. ഞാനാ ക്ഷണിച്ചത്. ഈ മാമാങ്കം അയാള് കാണട്ടെ. കൊറേ ടാക്സിക്കാറുകൾ ചെറുക്കന് കൂട്ടരി എത്തി. ഹേയ്, വല്ല ലോക്കൽസ് ആയിരിക്കും. അവരൊക്കെ ബെൻസിലേ വരൂ. അയ്യോ, ചെറുക്കന് കൂട്ടരും തന്നെ. എന്താ ഇത്? ബെൻസിലല്ലേ വരാൻ പറഞ്ഞത്? ബെൻസ് ഓടിക്കാൻ അറിയാവുന്ന ഡ്രൈവർമാരെ ഒറ്റപ്പാലത്ത് കിട്ടണ്ടേ? അതവിടെ കിടന്ന് തുരുമ്പെടുക്കണേക്കാൾ ഇവിടെ കൊണ്ടിടുന്ന നല്ലത്. അതെ. ഇനി ആരാ കന്യാദാനം ചെയ്യുന്നത്? ഞാൻ. പോരാ, അച്ഛൻ ജീവിച്ചിരിക്കുന്ന സ്ഥിതിക്ക് അദ്ദേഹം തന്നെ കർമ്മം നിർവഹിക്കണം. പെൺകുട്ടിയുടെ അച്ഛനെ വിളിക്കൂ. വരൂ. പറ്റില്ല. ഒരു മിനിറ്റ്, ഒരൊപ്പിട്ടെ. ഇതെന്തിനാ? ഇത് മാരേജ് രജിസ്ട്രേഷൻ. കോടതിയിലെ തെളിവ് സ്ട്രോങ് ആണത്രേ. ഇട്. കുട്ടി എങ്ങനെയുണ്ട് ഞാൻ കണ്ടെത്തിയ പയ്യൻ? മിടുക്കനല്ലേ? പിന്നെ മിടുക്കനല്ലേ? നീ കാണുന്നതിന് മുൻപ് ഞാൻ കണ്ടെത്തിയ പയ്യനാ ഇവൻ. എന്റെ ബാല്യകാല സുഹൃത്ത് ഈ രാജഗോപാലൻ തമ്പിയുടെ ഇളയ മകൻ. ഇവന്റെ മകളാണെന്നുള്ള ഒറ്റ കാരണത്താലാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. മിസ്റ്റർ മരുമകൻ, നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? എന്താ മദർ ലോ ഇങ്ങനെ? ഇതെന്റെ ഫാദർ ലോ അല്ലേ? മമ്മി, ഇത് കഴിഞ്ഞെല്ലാം കഴിഞ്ഞു. അങ്കിൾ ആഗ്രഹിച്ചുള്ളൊരു മരുമകനെയും
മമ്മി ആഗ്രഹിച്ച പോലെ ഒരു മരുമകനെയും കിട്ടിയ സ്ഥിതിക്ക് എല്ലാം ഓക്കെ. ഇനി നിങ്ങളൂടെ ഒരുമിച്ച ക്ലൈമാക്സ് ആയി. ഇയാൾ കണ്ടെത്തിയ വരനെ എനിക്ക് വേണ്ട. അതിന് ഞാൻ മമ്മി അല്ലല്ലോ കെട്ടിയത്, മോളെയല്ലേ. ഉത്തരം പറയേണ്ടത് എന്റെ ഭാര്യയാണ്. ഇവൾ ഞാൻ പറയുന്നത് അനുസരിക്കൂ. കുട്ടിക്കാലം മുതൽ എന്റെ മമ്മി അച്ഛനെ കുറിച്ച് പറഞ്ഞു തന്ന ഓരോ കഥകൾ കേട്ട് വളർന്ന എനിക്ക് നിങ്ങളെ കാണുന്ന തന്നെ വെറുപ്പാ. നിങ്ങൾ തമ്മിലുള്ള നാടകമാണ് ഈ കല്യാണത്തിൽ എത്തിച്ചതെങ്കിൽ എനിക്ക് വേണ്ട ഈ കല്യാണം. ലക്ഷ്മി തൊട്ടുപോകരുത് തന്നെ. അമ്മ വളർത്തിയ കുട്ടി അമ്മ പറയുന്നതേ അനുസരിക്കൂ. മോളെ എന്താ ഇത്? താലികെട്ട് കഴിഞ്ഞ ഉടനെ ബന്ധം പെരുകയോ? വേണ്ട മോളെ, മാറി നിൽക്ക്, മാറി നിൽക്കാൻ. മോളെ, അവൾ അറിവില്ലാത്ത കുട്ടിയാ. നീ ഒന്ന് പോയി പറഞ്ഞു മനസ്സിലാക്ക. ചെല്ലു മോളെ. ലക്ഷ്മി, ലക്ഷ്മി, മാറടി. ഭർത്താവിന് പുല്ല് വില കൽപ്പിക്കുന്ന ഇവർക്കൊന്നും ഭർത്താവിന്റെ വില അറിയില്ല. വില പഠിപ്പിക്കാൻ നീ ആരടി? You are dismissed. അങ്കിള് വിഷമിക്കരുത്. ഇതൊരു ക്ലൈമാക്സ് ആവുന്ന ഞാൻ കരുതിയത്. പക്ഷേ ഇതൊരു ഇടവേള മാത്രം. ഇനിയാണ് അംഗം. ഭാര്യയെ വീണ്ടെടുക്കാൻ മദർലോയുമായിട്ടുള്ള അംഗം. അതിനു മുമ്പ് സ്വല്പം വിശ്രമിക്കല്ലേ?